ബഹുമാന്യ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ മാഷ്, സ്റ്റാൻഡിംഗ് മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ശ്രീ ബാബു, പഞ്ചായത്തിലെ ക്ലർക്ക് അഖിലേഷ്, ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണം സ്വീകരിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയാണെന്ന് പറയുന്നത് അത്രയേറെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ അടുത്തു വരികയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ജനിച്ചു വീഴുന്ന അന്ന് മുതലേ കേട്ടു തോന്നും. അതിലൊക്കെ ഇരുന്ന ആൾക്കാർ പ്രായി പറയുന്നത് 2 ഗേറ്റും ഇല്ലാതെ പട്ടാമ്പിക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അത് യാഥാർത്ഥ്യമായി. ശങ്കരേട്ടൻ MLA സമയത്ത് അദ്ദേഹത്തിന് മൊത്തത്തിൽ ഈ മണ്ഡലത്തിലേക്ക് അന്ന് ലഭിച്ച തുക 25 ലക്ഷം അത് പൂർണ്ണമായും വെച്ചുകൊണ്ടാണ് തീരദേശ റോഡ് യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ ഗവൺമെന്റ് ആശുപത്രി, സ്കൂളുകൾ, ഒരുപാട് കാര്യങ്ങൾ. അക്കൂട്ടത്തിൽ നമ്മൾ വളരെയധികം ആഗ്രഹിച്ച, എന്തെങ്കിലും യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിച്ച ഒന്നാണ് സുശീലപ്പടി ഓവർബ്രിഡ്ജ്, റെയിൽ ഓവർബ്രിഡ്ജ്, റോഡ് ഓവർബ്രിഡ്ജ്, അതുപോലെ തന്നെ കരിയല്ലൂർ. ഈ 2 പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതിൽ ആവശ്യം കുറേയേറെ കാലമായിരുന്നു. പക്ഷെ അത് എപ്പോഴും ഒരു കാര്യം നടക്കണമെന്നുള്ള ഒരുപാട് കാര്യം ഒരുമിച്ച് വരുന്നത്. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയെ കയ്യിൽ കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ MPR ഏകദേശം 1046 കോടിയുടെ വികസന പദ്ധതികളാണ് ഈ തൃത്താല മണ്ഡലത്തിൽ അദ്ദേഹം 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മുടെ മണ്ഡലം ഗതാഗത സൗകര്യത്തിനായാലും പശ്ചാത്തല വികസനത്തിനായാലും ആ കൂട്ടത്തിൽ ആദ്യം തന്നെ പ്രഖ്യാപനം വന്നൊരു സാധനമാണ് സുശീലപ്പടി കരിയല്ലൂർ ROBകൾ യാഥാർത്ഥ്യമാക്കുന്നത്. ഈ 2നും അദ്ദേഹം അക്ഷീണം പ്രവർത്തിച്ചത് നമുക്കറിയാം. ഞങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് കരിയല്ലൂരിൽ ഇവിടെ ഒരുപാട് നടന്നിട്ടുള്ള ആളുകളാണ്, ഒരുപാട് പ്രവർത്തിച്ച ആളുകളുണ്ട്. കരിയല്ലൂരിൽ നമ്മൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഞാനൊക്കെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നതാണ്. നമ്മൾ ഒരുപാട് നടന്നു. പക്ഷേ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുകയെന്ന് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം നമുക്ക് നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരു വലിയ സമയപരിധിക്ക് ശേഷമാണ് മന്ത്രിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയുന്നത് രേഖാമൂലം ഞങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രി ചോദിച്ചിട്ടാണ് ചോദിച്ചത്, ഇത് പറ്റില്ലെങ്കിൽ നേരത്തെ പറയാറില്ലേ എന്ന് ചോദിച്ചു. ഞാനാണെന്ന് മന്ത്രിയെ കാണാൻ സമയം ഉണ്ടാക്കിയത് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും കിഫ്ബിയുടെ ഇടപെടൽ നടത്തിക്കൊണ്ട് ആ പ്രദേശത്തുകാരുടെ ആവശ്യത്തിനനുസരിച്ച് ഭേദഗതി വരുത്തി ആ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിൽ പല പ്രമുഖരായിട്ടുള്ള ആളുകളും പേര് പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, CDSന്റെ പുതിയ ചെയർപേഴ്സൺ ഇവിടെ എത്തിയിട്ടുള്ളതായി ശ്രദ്ധിച്ചു. CDSന്റെ മുൻ ചെയർപേഴ്സൺ, CDS പേഴ്സൺ, ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയേണ്ട ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രശ്നമൊക്കെ കിട്ടിയിട്ടാണെങ്കിൽ പോലും അത് വിട്ടു നൽകിയിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനരായ ഓരോ സ്ഥല ഉടമകളെയും വളരെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്നേഹം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ പരിപാടിയുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇക്ബാൽ മാഷെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് രാവിലെ ഈ സ്ഥലമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട തഹസിൽദാർ മധു എന്ന് പറയുന്ന തഹസിൽദാർ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ഒരു പ്രാവശ്യം കൂടി റിട്ടയർ ചെയ്യണം, ഈ സ്ഥലം വിട്ട് തന്ന ആളുകൾ നേരിട്ട് കാണുന്നതെന്നായിരിക്കും. ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഒരുപാട് സ്ഥലത്ത് ലാൻഡ് അക്വിസിഷനാണ് ഇതിന്റെ പണി, ഭൂമി ഏറ്റെടുക്കലിന്റെ വേണ്ടി തഹസിൽദാരാണ്. ഇത്ര സ്പീഡിൽ ഈ കാര്യങ്ങൾ നടത്താൻ മറ്റൊരു സ്ഥലമില്ല. അതുകൊണ്ട് ഈ ആളുകൾ ഒന്നിച്ചൊന്ന് വിളിച്ച് കൂട്ടിയിരുത്തി ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയേണ്ടതുണ്ട്. പിന്നെ ചില ആധാരങ്ങൾ തിരിച്ചു തരാറുണ്ട്. കുറച്ച് ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് ഈ കുരുമുളകിന്റെ വള്ളിയൊക്കെ ഞങ്ങളിത് നോക്കി നടന്നതാണ്. കുരുമുളകിന്റെ വള്ളി, ഓമക്കായുടെ ചേട്ടത്തിന്റെ ഓമ, ഇതൊക്കെ അളന്ന് എത്ര ഓമയുണ്ട്, എത്ര കുരുമുളകിന്റെ വള്ളി ഉണ്ട്, ഇതൊക്കെ അളന്ന് ഓരോന്ന് അനുസരിച്ച് പണം തിട്ടപ്പെടുത്തി അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രമുഖരായ സദസ്സിലെ മോശം പറഞ്ഞു നിർത്തിയെടുത്ത് 2 വാക്ക് പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ കാണാം. എനിക്ക് തോന്നുന്നു പരിപൂരിൻ്റെ മുഖച്ഛായ മാറിയതിൽ പ്രധാന പങ്കുവഹിച്ചത് വലിയ പാലമാണ് സൂചിപ്പിക്കുന്നത്. അതിന് സമാനമായി വലിയ തരത്തിലുള്ള ഒരു വികസന കൃഷിയാണ് ഈ പരുതൂർ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തിൽ ഈ വരുന്ന സുശീലപ്പടി, ROB വഴി, റെയിൽവേ ഓവർബ്രിഡ്ജ് വഴി
ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും. അതിന് ആ പ്രവർത്തിക്ക് ചെറിയ തരത്തിലെങ്കിലും ഇടപെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഓഫ് കേരള RPDCK ആണ് ഇതിൻ്റെ ചുമതല. അതിനേക്കാൾ ഉപരി നമ്മുടെ മണ്ഡലത്തിൽ 3 പദ്ധതികൾക്കാണ് 4 പദ്ധതികൾക്കാണ് ഭൂമിയിട്ടുണ്ട്. 1 സുശീലപ്പടി ROB, 2 കാങ്കപ്പുഴ RCB, 3 കുമ്പിടി വഴി പിന്നെ പട്ടാമ്പി വഴിയും കൂടി പോയ കാലം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഹോട്ട്സ്പോട്ടുകൾക്ക് പോകുമ്പോൾ ഗേറ്റിലധികം മണിക്കൂറുകളോളം നമ്മുടെ റെയിൽവേ ഗേറ്റിൽ കെട്ടിക്കിടന്ന് അപ്പുറത്തും ഇപ്പുറത്തും മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ എൻ്റെ ഒത്തിരി സമയം അപഹരിച്ച ഒരു കാലം. അവർക്ക് നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരുപാട് കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. പരൂരുകാരുടെ വളരെ കാലമായിട്ടുള്ള ഒരാവശ്യമാണ് സുശീലപ്പടി മേൽപ്പാലം. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ വരുന്ന തലമുറയ്ക്കെങ്കിലും അത് നല്ല രീതിയിൽ ഉപയോഗപ്രദമാകാൻ കഴിയണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ച ഒരു സ്വപ്നമാണ് നടക്കും എന്ന രീതിയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് വികസനം പ്രിയമുള്ളവരെ, നമ്മുടെ യോഗാധ്യക്ഷ പത്മാഷ്, മന്ത്രി പി. എ. ബാബു, വേദിയിലും സദസ്സിലുള്ള പ്രിയമുള്ളവർ, പാലത്തിൻ്റെ തറക്കല്ലിൻ്റെ ഉദ്ഘാടനം നടക്കുക. ഏതാനും ദിവസങ്ങൾക്കാവും പരിപാടി ആരംഭിക്കും. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. സങ്കടം എന്താ വെച്ചാൽ നിങ്ങളോട് പങ്കുവെക്കാം, കാര്യം നടക്കണല്ലോ നമ്മൾ. അതുകൊണ്ട് മാത്രമാണ് 53 സെൻറ്റ് സ്ഥലമാണ് എൻ്റെ 40 ഉപ്പാടെ 13 സെൻറ്റ്, അങ്ങനെ 53 സെൻറ്റ് സ്ഥലമാണ് ഇതിന് പാലത്തിലെടുത്തത്. ഏറ്റവും കുറവ് പൈസ കിട്ടിയതും എനിക്കാണ്. ഏതായാലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് വളരെ ഏറെ കാലമായുള്ള സ്വപ്നമാണ് നമ്മുടെ സുശീലപ്പടി മേൽപ്പാലം. അത് യാഥാർത്ഥ്യമാകുക എന്നുള്ള മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതുമാത്രം തന്നെയാണ് ഞങ്ങളുടെയും ലക്ഷ്യം. അതിന് പങ്കെടുത്ത എല്ലാവരെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ എല്ലാവർക്കും വിനീത നമസ്കാരം. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെ പെരുമഴയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പരുതൂരിന് മറ്റൊരു പൊൻതൂവൽ കൂടി സംജാതമാകാൻ പോകുന്നു എന്ന ആ സന്തോഷം നമ്മളെല്ലാവരും മനസ്സോട് നെഞ്ചിനോട് ചേർത്ത് കൊണ്ടുപോകുന്ന അവസരമാണിത്. എന്തായാലും വരുന്ന 2-ാം തീയതി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പരുതൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയാണ് സുശീലപ്പടി മേൽപ്പാലം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മുടെ കേരളത്തിനകത്ത് ആകമാനം നമ്മൾ നടക്കില്ല എന്ന് സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും നടത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഇമ്പം നമ്മുടെ പരുതൂരിനകത്തും വന്നിട്ടുണ്ട്. വിട്ടുകൊടുത്ത മുഴുവൻ നല്ലവരായ മനുഷ്യന്മാരെയും ഇടനെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. എല്ലാവർക്കും അഭിവാദ്യം. പരുതൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന, എല്ലാവരും സൂചിപ്പിച്ചതുപോലെ 45 വർഷത്തോളമായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹം അത് പൂവണിയുകയാണ്. അപ്പോൾ തികച്ചും ഇത്ര വലിയ സന്തോഷത്തോടു കൂടി നടത്തുന്ന ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പഞ്ചായത്ത് വിവിധ പരിപാടി കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ ഒരുപാട് കാലത്തെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുക എന്ന് പറയുമ്പോൾ അതിലുള്ളൊരു സന്തോഷത്തിൽ നിങ്ങളുടെ കൂടെ പങ്കാളിയാകുക എന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ പരിപാടി ഗംഭീരമാക്കണമെന്നുള്ളതിനെക്കുറിച്ചൊരു സംശയവും കാര്യത്തിലില്ല. നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പരിപാടി. അതിലിപ്പോൾ ഞങ്ങൾ മന്ത്രിയോടൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് റിയാസിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷെ നമ്മൾ മുഖ്യമന്ത്രി വേണം ഉദ്ഘാടനത്തിന് എന്നുള്ള ആവശ്യം ഇവിടുത്തെ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രത്തോളം പ്രായോഗികമാവെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി നമ്മുടെ പഞ്ചായത്തിലൊന്ന് വരാൻ കഴിയുമെങ്കിൽ നമുക്കത് വലിയൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് സഹോദരങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്.
അത് പ്രായോഗികമാകുകയില്ല എന്നറിയെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പൊതുപ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹമാണ് പരുതൂരിൻ്റെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് കടന്നു വരിക എന്നുള്ളത്. അത് ആഗ്രഹം നമ്മൾ ഒന്ന് ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ ഇപ്പോൾ ഘോഷയാത്ര പറഞ്ഞു, അതേപോലെ തന്നെ മറ്റ് കളർഫുള്ളായിട്ടുള്ള കുറേ പരിപാടികൾ നമുക്ക് പ്ലാൻ ചെയ്യണം. അതൊന്നും കൂടി ഇത് ആലോചിച്ച് നമുക്ക് ചെയ്യണം. ഏതായാലും പൊടിക്കുന്നതിൻ്റെ പിന്നെ സുശീലപ്പടി വരെ പിന്നെ തഹസിൽദാർ വരുന്നുണ്ട്, അവരെ വിളിച്ച് അവരുടെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അവരൊക്കെ ഒരു ചെറിയ കൂടിയിരിപ്പ് വേണം. ഈ യോഗത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു പിന്നെ ചെറിയ കാശ് കിട്ടിയിട്ടാണെങ്കിൽ പോലും സ്ഥലം കൊടുക്കണമല്ലോ. ഇല്ലെങ്കിൽ വേണമെങ്കിൽ കോടതിയിൽ പോകാൻ, അല്ലെങ്കിൽ നിർത്തിവെപ്പിക്കാൻ വേറെ പല വഴികളുണ്ടല്ലോ. എങ്കിലും എല്ലാവരും 100% സഹകരിച്ച് ഈ പദ്ധതി നടപ്പിലാകണമെന്നുള്ള ആഗ്രഹം, അതിൻ്റെ ഒരു സഹകരണം, അത് തുടർന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വികസനം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ വെച്ചാൽ ഒന്നിച്ചു നിന്ന് പോകുന്ന, അതിൽ മറ്റ് യാതൊരുവിധ നിറമോ ഭാഷയോ അല്ലെങ്കിൽ ജാതിയോ രാഷ്ട്രീയോ. പക്ഷേ കഴിഞ്ഞ കുറച്ച് സമയം വരെ ഒക്കെ സ്വപ്നങ്ങളായി മാത്രം നമ്മൾ ബാക്കി വെച്ചിരുന്ന ഇത്തരം കാര്യങ്ങൾ വളരെ നിഷ്പ്രയാസം സാധ്യമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം, നമ്മുടെ മണ്ഡലം, നമ്മുടെ പ്രദേശങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാനിപ്പോ പലപ്പോഴും നമ്മൾ കുറ്റിപ്പുറം മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലം പണിതത് അധികം കാലമായിരിക്കും. ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളുടെ വലിയ തെളിവാണ്. നമ്മുടെ നാടിന്റെ ഉത്സവമായി തന്നെ നമുക്ക് ആ പരിപാടി